സമയം 2:45. ചോറ് കഴിക്കാൻ ഇന്ന് ഇത്തിരി താമസിച്ചേ. എന്നാൽ ഇന്ന് എനിക്ക് ജോലി കുറവുള്ളൊരു ദിവസമായിരുന്നേ. എന്നിട്ടും ഇത്രയും താമസിച്ച എന്താണെന്നല്ലേ, ജോലി കുറവുള്ള ദിവസം എന്തെങ്കിലും ഒരു ജോലിയിൽ ഞാൻ കയറി പിടിക്കും. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇന്നതാ ഈ അടുപ്പിന്റെ മുടക്കങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് മുളകുപൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ടുകളെല്ലാം പറക്കി താഴെ വെച്ച് അവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി പുതിയ പേപ്പറൊക്കെ ഇട്ടിട്ട് ടിന്നുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ പണിയുണ്ടാക്കുന്ന എനിക്കിട്ട് കിട്ടുന്ന വലിയൊരു പണിയാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. പണ്ട് നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോഴേ എനിക്കുള്ളൊരു സ്വഭാവമാണ്, വേവിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുപ്പിൻ്റെ മൂടെല്ലാം വൃത്തിയാക്കും. എന്നിട്ട് ആ അടുപ്പ് വരെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഴുകിയും കൂടി എടുക്കും. ഏകദേശം ഒരു 11-12 മണിക്കായിരിക്കും വേവിച്ച് തീരുന്ന. ആ സമയത്താണെങ്കിൽ ചോറൊക്കെ അടുപ്പി വെച്ചിട്ട് കിഴങ്ങ്, മീൻകറിയൊക്കെ നല്ല തീയുള്ള അടുപ്പിൽ തന്നെ ഇട്ടങ്ങ് വേവിക്കും കേട്ടോ. അപ്പോൾ 12 മണിക്കൊക്കെ നല്ല കനലായിരിക്കും അതിൽ കിടക്കുന്നത്. പക്ഷേ ആ കനലെല്ലാം കൂടി ഞാൻ വാരിയെടുത്ത് ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ വെളിയിലുള്ള അടുപ്പിന് അകത്ത് കൊണ്ടിടും. എന്നിട്ട് ഈ അകത്തിരിക്കുന്ന കനലെല്ലാം വാരിയ അടുപ്പുണ്ടല്ലോ, അതിൽ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി എടുക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന ആരോ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെ ചൂടുള്ള ചുട്ടുപൊള്ളുന്ന അടുപ്പ് വെള്ളം ഒഴിച്ച് ഉടനെ കഴുകിക്കൂടാ, അടുപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്തായാലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അടുപ്പ് പൊട്ടി തുടങ്ങി. ഇനി വെള്ളം ഒഴിച്ച് ചൂടടുപ്പ് കഴുകിയിട്ടാണോ അതോ അടുപ്പിന് പഴവിയിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അതോടുകൂടി അവിടുത്തെ അടുപ്പ് കഴിവൊക്കെ ഞാൻ മതിയാക്കി. അന്ന് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ ടിന്നുകളെല്ലാം അടുക്കി പറക്കി തുടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കഴിവെക്കാണ്. അപ്പോഴത്തേക്ക് ഞാൻ മീൻകറി ഇവിടെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേവുന്ന സമയത്താണ് ഞാൻ ഈ വൃത്തിയാക്കാൻ കയറിയത്. ഈ കുറച്ചിരിക്കുന്ന മീൻകറിയിലിടാനും ബാക്കിയുള്ളത് പൊരിക്കാനാണ്. പൊരിക്കാനുള്ളത് ഞാൻ ഇനി വൈകുന്നേരം പൊരിക്കും, അതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കും. അടുപ്പിൻ്റെ ചുറ്റിനും നല്ല അഴുക്കുണ്ട്. ആദ്യം ഞാൻ വിമ്മ് കലക്കി ആ വെള്ളം ഇതുപോലെ മൊത്തത്തിലൊന്ന് ഒഴിക്കും. അവിടെ ആ വെള്ളം മൊത്തത്തിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് തേച്ചിളക്കം ഒരിത്തിരി എളുപ്പം ഉണ്ടാവുമല്ലോ. എത്ര തേച്ച് പിടിച്ചിട്ടും ഈ ടൈലിൽ നിന്ന് കരിയല്ല ഇളവാൻ ഭയങ്കര പാടായിരുന്നേ. ഞാൻ ഇവിടെ ഒരു മാസത്തെ ഒരിക്കലൊക്കെ തേച്ച് കഴുകാറുള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ ശരിക്കും വെള്ളം ഒഴിച്ച് തേച്ച് കഴുകി താഴോട്ട് ഒഴിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആ തറയും കൂടി ഞാൻ കഴുകി വൃത്തിയാക്കണം. അത് ഇരട്ടിക്കിരട്ടി പണിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിലെ വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം ഞാൻ ഒരു എളുപ്പപ്പണി കണ്ടുപിടിച്ച് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തേച്ചിളക്കിയത് ഒരു നനഞ്ഞ തുണിയിട്ട് തുടച്ചെടുക്കും. അപ്പം നമ്മൾ അടുക്കളയിലെ തറയിലൊന്നും കരിവെള്ളം ആവത്തുമില്ല. അവിടെയും നമ്മൾ വീണ്ടും തുടച്ച് വൃത്തിയാക്കുകയും വേണ്ട, വെള്ളത്തിന് ലാഭമാണ്. ഒരു 2-3 പ്രാവശ്യം ഈ തുണി കൊണ്ടുപോയി കഴുകിയിട്ട് വീണ്ടും വന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയാവുമേ. പക്ഷേ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ അവസാനം ഞാൻ ഒരു ഉമ്മിണി വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇറക്കിയായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എന്തോ എനിക്ക് അത്ര ഏതം വരത്തില്ല. പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ ചെയ്തു വന്നതിൽ എത്രയൊക്കെ മാറ്റം വരുത്തിയാലും അവസാനം നമ്മൾ അവിടെ തന്നെ ചെന്നെത്തുമല്ലോ. പക്ഷേ പഴയതിനേക്കാളും ഇതെന്തായാലും എളുപ്പപ്പണിയാണേ. അപ്പം എന്താ അവസാനം കണ്ടോ, നല്ല മിന്ന വൃത്തിയായിട്ടുണ്ട്. പക്ഷേ അടുപ്പിൻ്റെ മൂട്ടിലൊക്കെ അത്രയ്ക്കൊന്നും കരി പൂർണ്ണമായിട്ട് പോകത്തൊന്നുമില്ല, കാരണം നമ്മളെന്നും വേവിച്ച് കുടിക്കുന്നതല്ലേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലൊരു മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ മണ്ണെണ്ണ എന്നും നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഈ ഓലച്ചൂട്ടും അതിൻ്റെ ഈ കൊച്ചു മടല് കമ്പുകളുണ്ടല്ലോ അതെല്ലാം കൂടി വെച്ചിട്ട് ചിരട്ടയും കൂടി ഇട്ടിട്ടാണ് കത്തിച്ചെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള രാത്രിയിലെ മഴയാണ് നമുക്ക് തരുന്ന പണി. ഈ ഓലയും ചൂട്ടും എല്ലാം നനയും. പിന്നെ പകലുള്ള വെയിലത്ത് ഉണങ്ങുമ്പോഴാണ് വൈകിട്ട് പിച്ചി. എന്നാലും സാരമില്ല, നന്നായിട്ട് മഴ പെയ്യട്ടെ, അത്രയ്ക്ക് ചൂടല്ലേ. പിന്നെ ഇതൊന്നും വെട്ടിയൊടിച്ച് അടുക്കളയിൽ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലവും ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ താഴെ വെക്കണം. പിന്നെ കത്തിക്കാൻ നേരത്തെ എന്തായാലും ഞാൻ താഴെ പോയി എടുക്കണം. അതിനേക്കാളും ഈ മുറ്റത്തിറങ്ങി എടുക്കുന്നതിന് എനിക്ക് എളുപ്പം. ഞാനും ഈ ഓലമടലും തമ്മിൽ നല്ല മത്സരം നടത്തിയാലേ അവ ഒടിഞ്ഞ് എൻ്റെ കയ്യിൽ വരത്തുള്ളൂ. വിശന്ന് നിൽക്കുന്ന എൻ്റെ അടുത്ത് വാശി കാണിക്കുന്ന മടലിനെ വഴക്കം പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒടിച്ചെടുത്ത് ഇതിൻ്റെ കൊച്ചു കമ്പുകൾ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് കത്തി വരും. ഇന്ന് അടുപ്പിൽ കയറാൻ ഞാനില്ലെന്ന് മടലി. എന്നാൽ ഇന്ന് നിന്നെയും കൊണ്ടേ പോവോളെന്ന് ഞാനും. പക്ഷേ ഇങ്ങനെ മത്സരിക്കുന്നതിന് വേണ്ടി രാത്രി ഞാൻ നന്നായിട്ട് അനുഭവിക്കും. രാത്രി ആയാലും കൈയും കാലും വേദന കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ രാജാവായ തൈല ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഓലച്ചുട്ടൊക്കെ കുറേ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ആകുമ്പോഴത്തേക്ക് ചോറ് വെക്കണം. അപ്പം ഞാൻ ഈ അടുപ്പിലുള്ളത് എല്ലാം ചിരട്ടയൊക്കെ ഇട്ട് തീ കത്തിക്കാനുള്ളത് സെറ്റാക്കി അങ്ങ് വെക്കും കേട്ടോ. മുമ്പൊക്കെ ഈ അടുപ്പിൽ 2-3 ചിരട്ട ഇട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചാൽ വിറക് വെച്ചാൽ കത്തി കയറിക്കോളും. പക്ഷേ ഇപ്പോൾ ചിരട്ട വെക്കുന്നതിന് വരെ വശമുണ്ട്. കാരണം തിരുത്തുണിയിട്ട് കത്തിക്കുമ്പം അണയാതെ ചൂട്ടിലെല്ലാം പിടിച്ച് അത് ചിരട്ടയിലും പിടിച്ച് കത്തണമെങ്കിൽ ചിരട്ട നല്ല രീതിയിൽ വെക്കണം. അപ്പം ഞാൻ 1-2 പ്രാവശ്യം വെച്ചിട്ട് ഒന്നും ചിരട്ട നേരെയായില്ല. പിന്നെ 1, 2, 3, 4 പ്രാവശ്യം ഞാൻ വെച്ച്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പണി കുറവുള്ള ദിവസം എന്തെങ്കിലും പണി ഞാൻ കയറി പിടിക്കും, അവസാനം എനിക്കിട്ടത് പണിയാകും. എന്തായാലും ചിരട്ടയും ഞാനും കൂടിയുള്ള കളിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നേരം വീണ്ടും ഒത്തിരി പോയി. ഇത്രയൊക്കെ അടുക്കും ചിട്ടയോടെ വെക്കേണ്ട കാര്യമുണ്ടോയെന്നല്ലേ.
കാരണം ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി ഇരിക്കുമ്പോൾ എനിക്കൊരു ചിന്തയുണ്ട്, ഓ ഇനി അടുപ്പ് കത്തിക്കാൻ കുറേ പാടാവുമെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയാൽ ആ ഒരു ചിന്തയേ ഉണ്ടാവില്ല. ഓ ചെന്നൊന്ന് തീപ്പെട്ടി ഉരച്ച് വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നല്ല സന്തോഷമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നിരന്നടിച്ച് കിടക്കുന്ന അടുക്കളയുടെ ബാക്കി ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങിയത്. നമ്മൾ അടുക്കള ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ എത്ര വൃത്തിയാക്കിയിട്ടാലും ഒരു ഭാഗത്തുനിന്ന് വേവിച്ചെടുക്കുമ്പോൾ മറ്റേ ഭാഗത്തോട്ടല്ലേ വെക്കേണ്ട, മറ്റേ ഭാഗത്തുനിന്ന് ഒതുക്കി വരുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തോട്ടല്ലേ വെക്കേണ്ട, അല്ലാതെ വെക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. ഈ അടുക്കള നിങ്ങൾ കണ്ടോ, നീളം മാത്രമേ ഉള്ളൂ, വീതി നന്നേ കുറവാണേ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് അപ്പുറത്തെ ഭാഗത്തോട്ട് വെക്കും, അവിടെ നിന്നെല്ലാം കൂടെ മാറ്റിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തോട്ട് വെക്കും. ഒരു കളി തന്നെ അല്ലേ. എനിക്കല്ലാതെ ഈ അടുക്കള ആർക്കും ഏതം വരത്തില്ല. അമ്മളമ്മ വരുമ്പോൾ പറയും, ഓ കുഞ്ഞടുക്കള നിന്ന് തിരിയാൻ ഇടയില്ലല്ലോ എന്ന് പറയും. ഞാൻ പറയും ഇത് തന്നെ കിട്ടിയ കൂടുതലാണെന്ന്. ഉത്സവത്തിനൊക്കെ 50 പേർക്ക് വരെ ഞാൻ ഇവിടെ നിന്ന് വേവിച്ചിട്ടുണ്ടല്ലേ എന്ന്. ചുമ്മാ വിടുവ പറയുന്നതല്ലാന്ന് അമ്മയ്ക്കറിയാവുന്നുണ്ട്. അമ്മ പിന്നെ ഒന്നും മിണ്ടത്തില്ല. കാരണം ഉത്സവ സമയത്തൊക്കെ ഒരു 50 പേർക്ക് ഞാൻ ഇവിടെ നിന്ന് വേവിച്ചിട്ടുണ്ട്. അമ്മ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാനിവിടെ പായസം വരെ റെഡിയാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി. അമ്മ എന്നെ സഹായിച്ചു തരാനാണ് വരുന്നത്. പക്ഷേ അമ്മ വരുമ്പോഴത്തേക്ക് ഞാൻ ജോലി ഒതുക്കും. വേവിച്ചും വിളമ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ സൂപ്പറായിട്ട് വൃത്തിയാക്കി ഇടുമ്പോൾ എവിടെയെങ്കിലും ചെന്നിരിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. എനിക്ക് വിശന്ന് തളരുന്നേ. അപ്പതാ ചോറിടേണ്. ഇനി ഞാൻ ചോറിനിട്ട് ബാക്കി കഥയൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ ചോറുണ്ണാൻ ഇത്രയും താമസിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ലേ?